സുഹൃത്തുക്കളെ, വീഡിയോസൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടാവണമെങ്കിൽ നല്ല എഫക്ട്സും നല്ല കളറും നല്ല എന്താ പറയുക മ്യൂസിക്കൊക്കെ എല്ലാം കൂടി ആഡ് ചെയ്താൽ ആ വീഡിയോ കാണാൻ തന്നെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണ് അല്ലേ. അപ്പം അതിലൊരുപാട് എഫക്ട്സും കാര്യങ്ങളും ഓഡിയോ എല്ലാം കൂടി ആ ഓഡിയോക്ക് അനുസരിച്ച് നമ്മളെ വീഡിയോയിലുണ്ടാകുന്ന ചേഞ്ചും ഇതെല്ലാം കൂടി കൂടുമ്പോഴാണ് നമ്മളെ വീഡിയോ കാണാൻ ഭയങ്കര ഒരു ഭംഗി ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ആളുകൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് ആ വീഡിയോ ഇങ്ങനെ കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ നമ്മളുടെ ഒരു ക്ലിപ്പിൽ നിന്ന് മറ്റൊരു ക്ലിപ്പിലോട്ട് പോകുമ്പോഴുള്ള ഒരു ചാർട്ടുണ്ടല്ലോ, അത് ഈ വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലോട്ട് പോകുമ്പോഴുള്ളൊരു ആ ട്രാൻസിഷൻ അല്ലെങ്കിൽ ആ കട്ട് ഒരു ഷോട്ടിൽ നിന്ന് അടുത്ത ഷോട്ടിലേക്ക് പോകുമ്പോൾ ഒരു എഫക്റ്റ്. അപ്പോൾ അതാണ് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് വീഡിയോ ട്രാൻസിഷനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവർക്കും അഡോബ് പ്രീമിയർ പ്രോയുടെ മറ്റൊരു പാർട്ടിലോട്ട് സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ ടൂൾ ബാർസും ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് നിങ്ങളെ ബോറടിപ്പിച്ചു. നിങ്ങൾക്ക് തന്നെ വിചാരിച്ചിട്ട് പോകുന്നത് ഭയങ്കര ബോറായിപ്പോയി, ടൂൾസും ഇതൊക്കെയാണ് പറയുന്നത് ഇയാളെന്ന്. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, കാരണം ഇത് നമ്മളെ വീഡിയോസൊക്കെ ഇങ്ങനെ അടിപൊളിയാക്കി മാറ്റും. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ഒരു ക്ലിപ്പിൽ നിന്ന്, അതായത് ഒരു ഷോട്ടിൽ നിന്ന് നമ്മൾ മറ്റൊരു ഷോട്ടിലോട്ട് പോവാണ്, അല്ലെങ്കിൽ ഒരു പിക്ചറിൽ നിന്ന് നമ്മൾ വേറൊരു വീഡിയോയിലോട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ വന്ന് നിന്നു. ഓക്കെ, ഇവിടെ നിന്നാണല്ലോ ഞാൻ ഈ പിക്ചറിൽ നിന്ന് ഈ വീഡിയോയിലോട്ട് മാറിയത്. അവിടെ വന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഞാൻ ജസ്റ്റ് എൻ്റെ കമ്പ്യൂട്ടറിൽ കമാൻഡ് ഡി അല്ലെങ്കിൽ കൺട്രോൾ ഡി പ്രസ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എന്തോ ഒരു ബോക്സ് ഇവിടെ വന്നില്ലേ. ഈ ബോക്സ് എന്താ ചെയ്യണം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, എന്താ ഒരു ചെറിയൊരു മിക്സിങ് കണ്ടോ നിങ്ങളവിടെ, ചെറിയൊരു മിക്സിങ്. ഓക്കെ, അപ്പം ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ക്രോസ് ഡിസോൾവ് എന്ന് പറഞ്ഞ ഒരു ട്രാൻസിഷൻ നമ്മളുടെ ഈ വീഡിയോയിൽ സ്റ്റാർട്ടിങ്ങിൽ വന്നു. ഓക്കെ, ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇയാളെ വേണമെങ്കിൽ ഇയാളെ ഡ്യൂറേഷൻ നമുക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് ഡ്യൂറേഷൻ മാറണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ആരോ മാർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക, പുറത്താണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആ ഡിസോൾവിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതിന് മുമ്പ് ഞാൻ ചെറിയൊരു കാര്യം ഇവിടെ ചെയ്യാൻ പോകണേ. ഒന്ന് വലുതാക്കാം, നമ്മൾക്ക് ഈ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, വീഡിയോ ഒന്നും കൂടി സൂം ചെയ്ത് കാണാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് വലുതാക്കി. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ ക്രോസ് ഡിസോൾവിൽ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇതിൻ്റെ ഡ്യൂറേഷൻ, അതായത് ആ മിക്സിങ്ങിൻ്റെ ഡ്യൂറേഷൻ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. യെസ്, ഇപ്പോൾ കംപ്ലീറ്റ് ഇവിടെ എത്തുമ്പോഴാണ് കംപ്ലീറ്റ് നമ്മളുടെ വീഡിയോയിൽ ഡിസോൾവായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പ്രസ് ചെയ്ത് ഷോർട്ട് കട്ട് ഓർമ്മയുണ്ടല്ലോ, അത് കൺട്രോൾ ഡി ആയിരുന്നു. ഓക്കെ, ഇനി ഞാൻ കമാൻഡ് സെഡ് അടിച്ച് ഇത് രണ്ടും മാറ്റി \/ പ്രസ് ചെയ്തു. ഓക്കെ, കമാൻഡ് ഡി ഒന്നും കൂടി പ്രസ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എഫക്റ്റ് എടുത്തു. കമാൻഡ് സെഡ് പ്രസ് ചെയ്തു, ഇവിടെ വന്നു. ഓക്കെ, ഇതിൽ ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡിഫോൾട്ടായിട്ടുള്ള, അതായത് അഡോബ് പ്രീമിയർ പ്രോ ഓൾറെഡി ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ട്രാൻസിഷൻസ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് കമാൻഡ് ഡി അല്ലെങ്കിൽ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് നമുക്ക് എല്ലാ വീഡിയോക്കും ഇങ്ങനെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് എല്ലാ വീഡിയോ ഇതേപോലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് കമാൻഡ് ഡി അല്ലെങ്കിൽ കൺട്രോൾ ഡി പ്രസ് ചെയ്യുക. ഓക്കെ, ഇൻസഫിഷ്യൻറ്റ് മീഡിയ. ഓക്കെ, മനസ്സിലായി, അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഓക്കെ പ്രസ് ചെയ്തു, എല്ലാവർക്കും ഇത് എഫക്റ്റ് വന്നു. ജസ്റ്റ് ഇവിടെ പോകുന്നു, ഞാൻ സൂം ചെയ്യുന്നു, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാൻ വേറൊരു മാർഗ്ഗമുള്ളത് ഇവിടെ പോകുക എന്നുള്ളതാണ്. ഇവിടെ പോയിട്ട് നമ്മളിത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാം, ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇത്ര വീഡിയോയുടെ ഈ കീ എന്ന് പറയുന്നത് ഇത്ര സെക്കൻഡ് മുതൽ ഇത്ര സെക്കൻഡ് ഡിവോൾസ് കൊടുക്കും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഞാനിത് കുറച്ച് നീട്ടുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ കൂടി അല്ലേ. ഇനി ഇങ്ങോട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടും ആക്കാം. ഓക്കെ, ഇവിടെ കൂടുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി ഞാനതൊന്ന് പ്ലേ ചെയ്യണം. ഇനി അടുത്ത ഓപ്ഷൻ ഇതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടാൻ, ഇതിൻ്റെ നമ്മുടെ ട്രാൻസിഷൻ്റെ ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഇത് മാറ്റിയിട്ട് വേണമെങ്കിൽ 50 സെക്കൻഡ് ആക്കി കഴിഞ്ഞാൽ അതും അങ്ങനെയും കൂട്ടാം. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഡിഫോൾട്ടായിട്ടുള്ള ട്രാൻസിഷനെ കുറിച്ച് പറയുന്നത്. ഇനി എങ്ങനെയാണ് അഡോബ് പ്രീമിയർ പ്രോ ഇത് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്തെന്നുള്ളതല്ല. അപ്പോൾ നമുക്ക് വേറെ ഏതെങ്കിലും ആണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് നമ്മളെ വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ട്രാൻസിഷൻ മാത്രം മതി, അതായത് ഷോട്ടിൽ നിന്ന് മറ്റേ ഷോട്ടിലോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള മാത്രം മതി. പക്ഷേ എനിക്ക് വേറെയാണ് സെലക്ട് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ എഫക്ട്സ് കൺട്രോളിൽ പോവാം. ഓക്കെ, എഫക്ട്സ് കൺട്രോളിൽ പോയിട്ട് ഇവിടെ ഉണ്ടാവും എസെൻഷ്യൽ വീഡിയോസ് ഇങ്ങനെ പറഞ്ഞ എഫക്ട്സിൽ പോയിട്ട് അതിൽ ഈ എഫക്ട്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, എഫക്ട്സിൽ പോവുക, വീഡിയോ ട്രാൻസിഷൻസ്.
ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ട്രാൻസിഷൻസ് കാണാൻ പറ്റും. ഇത് ഓരോന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഓരോന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ പോകുന്നു. എന്നിട്ട് ഡിസോൾവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ക്രോസ് ഡിസോൾവ് എന്ന് പറഞ്ഞൊരു ട്രാൻസിഷൻ കാണുന്നുണ്ടോ നിങ്ങൾ? ഈ ട്രാൻസിഷൻ്റെ ഈ ബോക്സിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലൂ കളർ ബോർഡർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിനകത്തും നിങ്ങൾ എവിടെയൊക്കെ ക്ലിപ്പിൻ്റെ ആ എൻഡിൽ പോയിട്ട് കമാൻഡ് ഡിയോ അല്ലെങ്കിൽ കൺട്രോൾ ഡിയോ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ട്രാൻസിഷൻ ഈ ക്രോസ് ഡിസോൾവ് ആയിരിക്കും. ഓക്കെ, ഇനി അതല്ല എനിക്ക് വേറെ ഏതെങ്കിലും ട്രാൻസിഷനാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് പോയി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റ് ആസ് ഡിഫോൾട്ട് ട്രാൻസിഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഇവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യുമ്പോൾ എനിക്ക് ഈ ഇതുകൊണ്ട് ഡിലീറ്റ് ചെയ്യുക. ജസ്റ്റ് ഇവിടെ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ആവും. അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ഇങ്ങനെ വൈറ്റ് കളർ ആയതിന് ശേഷം ഡിലീറ്റ് പ്രസ് ചെയ്താലും ഡിലീറ്റ് ആവും. ഓക്കെ, ഡിലീറ്റ് ആയി. ഇനി അവിടെ വരികയാണ്, എന്നിട്ട് കമാൻഡ് ഡി പ്രസ് ചെയ്യാണ്. ഓക്കെ, നോ പ്രോബ്ലം ചെയ്തല്ലോ. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂട്ടി, ഇങ്ങോട്ടും കൂട്ടി, ഡിപ്പ് ടു ബ്ലാക്ക് എന്നുള്ള ഓപ്ഷൻ. അപ്പം ജസ്റ്റ് ഞാനൊന്നും കൂടി പ്ലേ ചെയ്ത് കാണിച്ചു തരാം എന്താ സംഭവിച്ചതെന്ന്. ഓക്കെ, ഒരു ബ്ലാക്ക് ആയിട്ട് പിന്നെ അടുത്ത ഫ്രെയിമിലോട്ട് ഒന്ന് ബ്ലാക്ക് ആയിട്ടുള്ള അടുത്ത ഫ്രെയിമിലോട്ട് ചാറ്റ് ചെയ്ത്. അപ്പം ഇതാണ് ഈ ട്രാൻസിഷൻ നമുക്ക് ചെയ്തു തരുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരുപാട് നമ്മളെ ഫിലിം ഡിസോൾവ് അങ്ങനെ ഒരുപാട് ട്രാൻസിഷൻസ് നമ്മളെ ഇതിലുണ്ട്. നമ്മളെ അഡോബ് പ്രീമിയർ പ്രോയിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉപയോഗിച്ച് നോക്കാം. വേണമെങ്കിൽ ക്രോസ് സൂം അതൊന്നും ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ ട്രാൻസിഷൻ ഇവിടെ ഡിലീറ്റ് ചെയ്യാണ്, ഡിലീറ്റ്. എന്നിട്ട് ഞാൻ ക്രോസ് സൂം എൻഡിൽ കൊണ്ട് വെച്ചു. എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്തു, ഒന്ന് സൂം ചെയ്യാം. ക്രോസ് സൂം കുറച്ച് എക്സ്പാൻഡ് ചെയ്തു. ഇനി ഇവിടുന്ന് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ. കണ്ട ക്രോസ് സൂം എഫക്റ്റ് കണ്ടില്ലേ? ഇതേപോലത്തെ ഒരുപാട് എഫക്ട്സ് അഡോബ് പ്രീമിയർ പ്രോയിൽ ഓൾറെഡി ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ വീഡിയോസൊക്കെ നല്ല ഭംഗിയാക്കി എടുക്കുന്നത്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോ ട്രാൻസിഷൻസിനെ കുറിച്ച് നമുക്ക് പറയാം. നിങ്ങൾ ഇതിലുള്ള എല്ലാ ട്രാൻസിഷനും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നൊക്കെ നല്ല നല്ല രസമുള്ള ട്രാൻസിഷൻസാണ് ഇതിലൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മളെ വീഡിയോ ഒക്കെ നല്ല ഭംഗിയാക്കുക. അപ്പോൾ അതുവരെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ. അടുത്ത വീഡിയോയിൽ നമ്മൾ വളരെ രസകരമായിട്ടുള്ള വേറൊരു പാർട്ടിലോട്ട് വരുന്നതായിരിക്കും.